ഹായ് ഡിയേഴ്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഇന്ന് ക്രിസ്മസ് സ്പെഷ്യൽ ഒരു ചിക്കൻ മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നത്. വളരെ എളുപ്പത്തിൽ പുറത്തുനിന്നും വാങ്ങിക്കാത്ത മസാലയൊന്നും ഉപയോഗിക്കാതെ നമ്മുടെ വീട്ടിലെ പൊടിച്ച മസാല ഉപയോഗിച്ചിട്ട് എങ്ങനെ ചിക്കൻ മന്തി തയ്യാറാക്കാൻ നോക്കാം. വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം തന്നെ ഒരു മസാല ഒന്ന് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം മല്ലി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂണോളം ജീരകം, ഒരു 10-12 കുരുമുളക്, പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ടയാണ്. അത് ഞാൻ ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു 4 ഏലക്കായ്, ഒരു 7 ഗ്രാമ്പു. ഇത്രയാണ് കേട്ടോ വേണ്ടത് നമ്മൾ മസാലപ്പൊടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലെടുത്ത് ഒന്ന് വറുത്തെടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകും, സ്മെല്ല് മാറിപ്പോകും. അപ്പം നമ്മൾ വിചാരിച്ച പോലത്തെ ടേസ്റ്റ് വരില്ല. ഇതൊന്ന് തണുത്തതിന് ശേഷം മിക്സി ജാറിലേക്ക് മാറ്റാം. എന്നിട്ട് അതിലേക്ക് അല്പം ജാതിക്കായ്, അല്പം ഉപ്പ്, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇതും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഇതുപോലെയാണ് കേട്ടോ വേണ്ടത്. ഇനി ഈ മസാലയിൽ നിന്ന് നമ്മുടെ ഈ പ്ലേറ്റിലേക്ക് ഒരു 2 സ്പൂണോളം നമ്മൾ മസാല ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, പിന്നെ 1/2 ടീസ്പൂൺ ജിഞ്ചർ പൗഡർ, അതായത് ചുക്കുപൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 2 ടീസ്പൂൺ ഓയിലും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് അല്പം ഉപ്പും ചേർക്കണം. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർക്കാം. എന്നിട്ടിത് കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പം ഈ രൂപത്തിലാണ് കിട്ടിയത്. നമുക്കിത് പേസ്റ്റ് പോലെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് അല്പം വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചിക്കനിലേക്കൊന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഇത് 1/2 കിലോ ചിക്കനാണ് കേട്ടോ. അപ്പം ചിക്കൻ ഇതുപോലെ നന്നായിട്ട് വരഞ്ഞു കൊടുക്കണം. അപ്പോഴേ മസാലയൊക്കെ ഉള്ളിലേക്ക് പിടിക്കുള്ളൂ. ഇനി ഈ 2 പീസിലും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇതൊരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 20 മിനിറ്റിന് ശേഷം നമ്മൾ ആ സമയം കൊണ്ട് തന്നെ നമ്മൾ അരിയും ഞാൻ ഇവിടെ ബസുമതി റൈസാണ് കേട്ടോ എടുത്തത്. ഈ കപ്പിൽ 2 കപ്പാണ് എടുത്തത്, അതായത് 1/2 കിലോ. അപ്പം ഈ ഒരു അരിക്ക് 4.5 കപ്പ് വെള്ളമാണ് കേട്ടോ വേണ്ടത്. അതാണ് മൊത്തത്തിൽ നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യം. അപ്പം ഒരു ഇഡ്ഡലി പാത്രത്തിലേക്ക് നമുക്ക് 4.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് തിളച്ചതിന് ശേഷം ഒരു തട്ട് വയ്ക്കണം. എന്നിട്ട് ആ തട്ടിന് മേലെ അല്പം നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ബട്ടറോ ഒന്ന് തൂവി കൊടുക്കാം. എന്നിട്ട് നമ്മൾ മസാല തേച്ച് പിടിപ്പിച്ച് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 30 മിനിറ്റ് വേവിക്കണം കേട്ടോ. അപ്പം 30 മിനിറ്റ് ആവുന്നവരേക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അരമണിക്കൂറായി. ഇത് നമുക്ക് തുറന്ന് നോക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി ഈ ചിക്കൻ നമ്മൾ ഒരു പാനിൽ വെച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. പുറം ഭാഗം ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഒരു പാൻ വെച്ച് അല്പം ഓയിൽ ഒഴിച്ച് ചൂടായതിന് ശേഷം നമ്മൾ ചിക്കൻ പീസ് വെച്ച് കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് കൊണ്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒരു സൈഡ് ആയതിനു ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയായി. നമുക്ക് ഇങ്ങനെയാണ് കേട്ടോ വേണ്ടത്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി മറ്റൊരു പാനിൽ നമുക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ബട്ടറും കൂടെ ചേർക്കാം. അതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കണം. ഞാനിപ്പം അണ്ടിപ്പരിപ്പ്, മുന്തിരി, ബാദാമാണ് കേട്ടോ ചേർക്കുന്നത്. റോസ്റ്റ് ആയതിനു ശേഷം നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം.
ഇനി നമുക്ക് ഇതേ ഓയിലിൽ തന്നെ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. ഞാനിപ്പോൾ ഒരു വലിയ ഉള്ളി നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. നന്നായിട്ട് വഴറ്റി നല്ല സോഫ്റ്റ് ആയതിനു ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ചേർത്തത്. അതിനുശേഷം ബാക്കിയുള്ള മസാല കൂടെ ചേർക്കാം. ഇതിലേക്ക് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ ചിക്കൻ വേവിക്കാൻ വെച്ചല്ലോ ഇഡ്ഡലി ചെമ്പിൽ, ആ വെള്ളമാണ് കേട്ടോ. ഇത് അളന്ന് നോക്കുമ്പോൾ 3 കപ്പ് ഉണ്ടായിരിക്കണം. കാരണം നമ്മൾ 1 കപ്പിന് 1.5 കപ്പ് എന്ന കണക്കിലാണ് കേട്ടോ നമ്മളിത് വേവിക്കുന്നത്. അപ്പം നന്നായിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ പൊതിർത്തി കഴുകി മാറ്റി വെച്ചിരിക്കുന്ന അരി ചേർക്കണം. അതിന് മുന്നേ ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർക്കാം. അല്പം കുങ്കുമപ്പൂവ് ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അല്പം കുങ്കുമപ്പൂവ് വെള്ളത്തിൽ ഒന്ന് കുതിർത്തി വെച്ചതാണ്. അരിയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് മൂടി വെച്ച് വേവിക്കാം. നമുക്ക് 2-3 തവണ ഇതൊന്ന് ഇളക്കി കൊടുത്ത് 1/4 ഭാഗം വേവാവുന്നത് വരേക്കും നമുക്ക് വേവിക്കാം. ഇതുപോലെ 1/4 ഭാഗം വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിൽ അല്പം കൂടെ വെള്ളം കാണുന്നുണ്ട്. അപ്പം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 1-2 മിനിറ്റ് വെച്ചാൽ ആ വെള്ളം ഇതുപോലെ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സൊക്കെ മേലെ ഒന്ന് തൂവി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചിക്കൻ ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. എന്നിട്ടിത് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഏറ്റവും കുറഞ്ഞ തീയിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കനും എല്ലാം നമ്മുടെ റൈസും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ മന്തിയും ഇവിടെ റെഡിയായി. അപ്പം എന്നാലും ഒരു ടേസ്റ്റിനും ഒരു ഫ്ലേവറിനൊക്കെ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ചൂടാക്കിയ ചാർക്കോൾ ചേർത്തിട്ട് അല്പം നെയ്യും കൂടെ ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നല്ല ഫ്ലേവറും നല്ല സ്മെല്ലും ഒക്കെ ആണ് കേട്ടോ ഉണ്ടാവുക. അപ്പം നമ്മുടെ ചിക്കൻ മന്തി ഇവിടെ റെഡിയായി. വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ചിക്കൻ മന്തി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത നല്ല ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.